ഇന്ന് എന്നെ ദൈവം ഓർമ്മിപ്പിച്ച ഒരു വാക്യം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്മരണയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നെന്നും തങ്ങൾ യഹൂദരെന്ന് പറയുന്നുണ്ടെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. പുതിയ നിയമ ലേഖനങ്ങൾ അതിൽ കൂടുതൽ ഭാഗം ഭൂരിപക്ഷം പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയത് നമുക്കറിയാം. എന്നാൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ പലരും പെട്ടെന്ന് ചിന്തിക്കാത്ത ഒരു വിഷയം, യേശു കർത്താവും സഭകൾക്ക് ലേഖനം എഴുതിയിട്ടുണ്ട്. അതാണ് വെളിപ്പാടിൽ കാണുന്നത്. അപ്പോൾ പൗലോസ് എഴുതിയ ആ ലേഖനങ്ങൾക്ക് നാം നല്ല വില കൊടുക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കർത്താവ് സഭകൾക്ക് എഴുതിയ ആ ലേഖനങ്ങൾ തന്നെയാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം. യോഹന്നാൻ ആണല്ലോ എഴുതിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാനെ കൊണ്ട് യേശു പറഞ്ഞ് എഴുതിപ്പിച്ചതേ ഉള്ളൂ. യോഹന്നാൻ ഒരു സെക്രട്ടറി ആയിരുന്നു മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ ലേഖനമാണ്. അപ്പോൾ അത് സഭകൾക്ക് എഴുതിയതാണ്. അപ്പോൾ യേശു സഭകൾക്ക് എഴുതി. നമ്മുടെ ഭാഗ്യം, പൗലോസ് എഴുതുന്ന പോലെ ഓരോ സഭയ്ക്കും 15 അധ്യായം എഴുതിയിട്ടില്ല. 4, 5, 8 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അന്നത്തെ നിലവിലിരുന്ന സഭകൾക്ക് കർത്താവ് എഴുതിയ ലേഖനങ്ങളും കൂടെയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ അതിന് എത്രമാത്രം നമ്മൾ തൂക്കം കൊടുക്കണം, വായിക്കണം, മനസ്സിലാക്കണം. കാരണം കർത്താവ് സഭകൾക്ക് എഴുതുമ്പോൾ, ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടതുപോലെ സഭകൾക്ക് വേണ്ടി എഴുതുന്നതാണ്. അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രസിദ്ധമായ 7 സഭകൾക്ക് വേണ്ടി എഴുതുന്ന കാര്യങ്ങളാണ്. ആ സഭയിൽ കർത്താവ് എഴുതുമ്പോൾ തനിക്ക് ആ സഭയിൽ എന്ത് ഇഷ്ടപ്പെടുന്നു, എന്ത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആ സഭയ്ക്ക് തനിക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ്, അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളെ ദൈവം അംഗീകരിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അതവർ മാറ്റണം എന്നും ആലോചനയും പറയുന്നുണ്ട്. അവസാനം ജയിക്കുന്നവന് ഒരു സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തീർക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 7 സഭകൾക്ക് കർത്താവ് എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഇന്ന് ഒത്തിരി സഭകളുണ്ട്. എന്നാൽ നമ്മളോട് ആരെങ്കിലും ചോദിച്ച സഭയിൽ എന്താ, നിങ്ങളുടെ സഭയിൽ എന്നാ വലിയ ശ്രേഷ്ഠത, നിങ്ങൾക്ക് എന്നാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയും. നമുക്ക് മോശയ്ക്ക് തരയാണ് പോരാ, ഇല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം, കൊയർ വേണം, പാട്ട് കേൾക്കണം, അത് വേണം, ഇത് വേണം, കട്ടടം വേണം, 100 ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പറയും. കർത്താവിന് അത് ഒരു കാര്യവുമില്ല. എത്ര വലിയ കട്ടടങ്ങളാണെങ്കിലും കത്തീഡ്രലാണെങ്കിലും കർത്താവിന് കാര്യമില്ല. ചെറിയ കുടിയിലാണെങ്കിലും കർത്താവിന് കാര്യമില്ല. അതിനെക്കുറിച്ച് കർത്താവ് ഒരു വിമർശനവും ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ സഭയോ എന്തോ ഒരു വലിയ സഭയാണ്, എന്തോ മനോഹരമായിട്ടുള്ള കെട്ടിടമാണ്, അങ്ങനെ മാർബിളിട്ടാണ് തറയെല്ലാം വെച്ചിരിക്കുന്നത്, എത്രമാത്രം ഉപകരണങ്ങൾ എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ കർത്താവിന് അതൊന്നും ഒരു വലിയ കാര്യമില്ല. എന്നാൽ അതല്ല, ഏതായിരുന്നാലും കർത്താവിന് സമ്മതമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. കർത്താവ് സഭയിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മളൊരു ചെറിയ 3 ഫുൾ സ്കേപ്പ് ഷീറ്റിൽ എഴുതാനുള്ളതേ ഉള്ളൂ. ഓരോ സഭയും എടുത്ത് അതിൽ ഇഷ്ടപ്പെട്ടത്, കർത്താവിന് ഇഷ്ടപ്പെട്ടത് 1, 2, 3, 4, ഇഷ്ടപ്പെടാത്തത് 1, 2, 3, 4, ഇങ്ങനെ 7 സഭകളിലും എഴുതി. കർത്താവിന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സഭയിലുണ്ടോ, കർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ സഭയിലുണ്ടോ
എന്നെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു പഠനമായിരിക്കും. അതുകൊണ്ട് കർത്താവ് എഴുതിയിരിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് അവസാനമായിട്ട് എഴുതി കൊടുത്ത ആ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പലവിധമായിട്ടുള്ള ചിന്തകളാണ്. പലർക്കെല്ലാം ഈ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജീവിതം മുഴുവനും ചിന്തിച്ചാലും അവർക്കത് തീരത്തില്ല. ഓരോരുത്തരും ഓരോ കാര്യം കൂടി പറയും. പക്ഷേ വെളിപ്പാട് പുസ്തകം വളരെ സിമ്പിളാണ്. 22 അധ്യായങ്ങളുണ്ട്. 1-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവ് ജീവിക്കുന്നുണ്ട് എന്ന് യോഹന്നാന് വെളിപ്പെടുത്തിയ ഒരു അധ്യായം. 2ഉം 3ഉം സഭയ്ക്ക് എഴുതിയതാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. 4ഉം 5ഉം യോഹന്നാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കാണിക്കുകയാണ്. 6-ാം അധ്യായം തൊട്ടാണ് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പലർക്കും ഉള്ള ചിന്തകൾ. അതേ ഉള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. 6 തൊട്ട് 16-ാം അധ്യായം വരെ ഒറ്റ വാക്കിൽ, ഞാനെപ്പോഴും പറയുന്നത് ഒറ്റ വാക്കിൽ, അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര വർഷം വേണമെങ്കിലും പഠിച്ചോ, എന്ത് വേണമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചോ, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനം കൊടുത്തോ, ഇതിലൊന്നും നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ഹാപ്പൻ, അത് സംഭവിക്കും. പക്ഷെ അതുകൊണ്ട് 6-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ ഒറ്റ വാക്കിൽ പറയുന്നു, വരാൻ പോകുന്ന കാലം ഇസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ട്രബിൾ. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ കർത്താവ് സഭകൾക്ക് എഴുതുന്നത്. വരാനുള്ള ആ വളരെ പ്രതികൂലമായിട്ടുള്ള കാലങ്ങൾ, അത് ചിലപ്പോൾ ഗ്രേറ്റ് ട്രിബുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ ചെറിയ ട്രിബുലേഷൻ ആയിരിക്കാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന പോലുള്ള ട്രിബുലേഷനുമായിരിക്കാം, കന്തമാലിൽ നടക്കുന്നത് പോലെ ആയിരിക്കാം, എങ്ങനെയെല്ലാം ആയിരിക്കാം. പക്ഷേ ഇതിനെല്ലാം ഒരുങ്ങുവാനുള്ള ഒരു ഉപദേശമാണ് 2-ാം അധ്യായം 3-ാം അധ്യായം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു, 6-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന 3-ൽ-1 അഴിയേണ്ട കർത്താവ്, കുറച്ച് ഒരു 10% അഴിഞ്ഞാൽ മതി, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ 2-ാം 3-ാം അധ്യായത്തിൽ നമ്മൾ സഭയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം സഭയിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് തിരുത്താൻ സാധിക്കും, നമ്മളെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് 6 തൊട്ട് 16-ാം അധ്യായം വരെ നിങ്ങൾ വായിച്ചില്ലെങ്കിലും ഒരു ബ്രാക്കറ്റിലിട്ടിട്ട് വരാൻ പോകുന്ന കാലങ്ങൾ വളരെ പ്രതികൂലമായിട്ടുള്ള കാര്യം, ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ട്രബിൾ, അത്രേ ഉള്ളൂ. 18-ാം അധ്യായം കഴിയുമ്പോൾ 19-ാം അധ്യായത്തിൽ കർത്താവ് യേശു വരുന്നു. 20, 21, 22 പുതിയ വാനം പുതിയ സ്വർഗ്ഗം, ഇത്രയേ ഉള്ളൂ വെളിപ്പാട്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 അധ്യായങ്ങളാണ്. 1-ാം അധ്യായം, 2, 3. ഈ 1-ാം അധ്യായം ഞാൻ പറയാൻ കാരണം, പലർക്കും യേശുവിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. യേശു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? വളരെ ശാന്തനായി നമ്മുടെ വീട്ടിൻ്റെ കതവ് മുട്ടിക്കൊണ്ട്, തുറക്കോ നാളെ വരട്ടെ, നമുക്കിപ്പോൾ സൗകര്യമില്ല, ടെലിവിഷൻ നോക്കിക്കൊണ്ടിരിക്കുക, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോയിട്ട് നാളെയും വന്ന് മുട്ടും. ഇല്ലെങ്കിൽ കാണുന്നവരെല്ലാം സൗഖ്യമാക്കും, കരയുന്നവരെല്ലാം ആശ്വസിപ്പിക്കും. ഇങ്ങനത്തെ യേശുവിനല്ലേ ചിന്തിക്കുന്നത്? 1-ാം അധ്യായം പറയുന്നു, അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന യേശു. The next time you see Jesus, none of this will fit. ഈ യേശു ആണോ എന്ന് വിചാരിക്കുവാൻ തക്കവണ്ണം ചിലരും മലകളോട് പറയും, ഞങ്ങളുടെ തലയിൽ വീണോ ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ. യേശു അവിടെ വന്ന് ആ പത്മോസ് ദ്വീപിൽ നിൽക്കുന്നത്, യേശുവിൻ്റെ കൂടെ നടന്ന 3 വർഷം കൂടെ നടന്ന് മാർവത്ത് പോലും ചാഞ്ഞിരുന്ന് യോഹന്നാൻ കാണുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും പറയാം യേശു ഇരിക്കുന്ന, ഹലോ എവിടെയായിരുന്നു എന്ന് ചോദിച്ചല്ല. യേശുവിനെ കണ്ടപ്പോൾ, ആ കണ്ണ് കണ്ടപ്പോൾ, ആ വായിൽ ആ പട്ടയം കണ്ടപ്പോൾ, വെന്ത് ഉളയിലിട്ടതുപോലുള്ള കാലുകൾ കണ്ടപ്പോൾ, പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലുള്ള ആ ശബ്ദം വായിന്ന് പുറപ്പെട്ടപ്പോൾ, യോഹന്നാൻ യേശുവിൻ്റെ കൂടെ നടന്ന് കണ്ട് 3 വർഷം നടന്ന യോഹന്നാൻ ചത്തവനെ പോലെ വീണു. നമ്മളാണ് ഈ ചത്തേ പോയനെ. അതാ സംഭവിക്കാൻ പോകുന്നു. വാട്ട് എവർ പിക്ചർ യു ഹാവ് അബൌട്ട് ജീസസ് ടിൽ ടുനൈറ്റ്, forget. It's going to be different next time you see him. മൽപ്രിയനെ എപ്പോൾ വരും എന്ന് പറയുമ്പോൾ പാടുമ്പോൾ സൂക്ഷിച്ചോളണം. മൽപ്രിയനെ എപ്പോൾ വരും എന്ന് പാടുമ്പോൾ നമുക്ക് മൽപ്രിയൻ, നമ്മുടെ യേശു, നോ, is going to be different. Is going to be a judge.
1-ാം അധ്യായത്തിൽ യേശു നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ജീവിക്കുന്നു. കാരണം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടവർ പലരും ജീവിച്ചിരുന്നു, മരിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ മരിച്ചു, ജീവിക്കുന്നു. ഒരാൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് 1-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ്. അത് എപ്പോഴും വായിക്കണം. വായിച്ചിട്ട് യേശുവിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ ഉള്ള ചിന്തകളെല്ലാം ഓക്കെ, പക്ഷെ ഇനി കാണാൻ പോകുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടോട്ടലി ഡിഫറൻസ്. അതുമൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരും. അത് സാരമില്ല മോളെ, അതെല്ലാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തട്ടിക്കൊടുക്കുന്ന യേശുവിനെ അല്ല. ഇരുവായ്ത്തളയുള്ള വാള് തൻ്റെ വായിൽ നിന്ന്, അഗ്നി ജ്വാലകൾ പോലുള്ള കണ്ണുകൾ, ഒരു ന്യായാധിപതിയായ യേശു വരുന്നു എന്നുള്ളതാണ് 1-ാം അധ്യായം. പിന്നെ 2-ഉം 3-ഉം അധ്യായമാണ് സഭകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അത് വലിയ കെട്ടിടമോ ചെറിയ കെട്ടിടമോ, അതിനകത്ത് മാർബിളുണ്ടോ, വെറും തറയിലിരിക്കുകയാണോ, ഇതൊന്നും യേശുവിന് ഒരു കാര്യവുമില്ല. യേശു ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ സഭയിലുണ്ടോ എന്ന് നോക്കണം. യേശു ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ സഭയിലുണ്ടോ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് നമ്മുടെ സഭകളെ ഒന്ന് ക്രമീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ വരാൻ പോകുന്ന കാലം എങ്ങനെയായിരുന്നാലും സാരമില്ല, നമുക്കതിനെ അതിജീവിക്കുവാൻ സാധിക്കും. അതാണ് യേശു സഭകൾക്ക് വേണ്ടി എഴുതുന്ന കാര്യങ്ങൾ. 7 സഭകൾക്ക് കർത്താവ് എഴുതി. എഫേസ് സഭയ്ക്ക് എഴുതി, സ്മിർന സഭയ്ക്ക് എഴുതി, പെർഗമമിന് എഴുതി, തയത്രയ്ക്ക് എഴുതി, സാർദീസിന് എഴുതി, ഫിലഡൽഫിയയ്ക്ക് എഴുതി, ലവോദീഷ്യയിൽ എഴുതി. പക്ഷേ 7 സഭകളിൽ ഒരു കാര്യം, കർത്താവ് ഓരോ സഭയ്ക്ക് എഴുതുമ്പോഴും അതിൽ താൻ ഇഷ്ടപ്പെട്ടത് എന്താണ്, ഇഷ്ടപ്പെടാത്തത് എന്താണ് എന്ന് എഴുതുന്നു. കർത്താവിൻ്റെ ഒരു നല്ല കാര്യം, ആദ്യം ഏതാ നല്ലത് എന്ന് പറയും സഭകൾക്ക് എഴുതുമ്പോൾ. നിങ്ങൾ ആശുപത്രി വരുമ്പോൾ നേഴ്സുമാർ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഒന്ന് തുണിയൊന്ന് മാറ്റിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പിരിറ്റ് എടുത്ത് തടവും, എന്തോ ഒരു സുഖം, പിന്നെ ആ സൂചി വരുന്നത്. അതുപോലെ ആ കർത്താവ് ഒരാദ്യം നല്ല കാര്യം, നീ നല്ലതല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തതാണ് സൂചി വരുന്നത്. എപ്പോഴും അത് ഒരു നല്ല ഗുണമാണ്. നല്ല കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് പറയണം, 1. 2, നല്ല കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ മറ്റേ കാര്യങ്ങളും പറയരുത്. നമുക്കെല്ലാവർക്കും എളുപ്പമാണ്, ആരെ കണ്ടാലും ഏത് പാസ്റ്ററെ കണ്ടാലും അവരെക്കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം നമ്മൾ പറയുന്നതിന് മുമ്പേ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ വിമർശിച്ച് നോക്ക്, വിമർശിക്കാനേ തോന്നത്തില്ല. നല്ല കാര്യങ്ങൾ പറയാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കർത്താവിൽ നിന്ന് പഠിക്കണം. പൗലോസ് അങ്ങനെയാണ്. കൊരിന്തി സഭയ്ക്ക് എഴുതുമ്പോൾ ഞാനൊന്ന് ഓർക്കുന്നു, കൊരിന്തി സഭയ്ക്ക് എഴുതുമ്പോൾ 1-ാം കൊരിന്തി ലേഖനം എഴുതുമ്പോൾ പുള്ളി ഇങ്ങനെ ബോയിലിംഗ് ആണ്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വെച്ച് ബോയിലിംഗ് ആണ്. ചിലരെല്ലാം മുഖം നോക്കി പറയുന്നത്, ഇയാൾ അപ്പോസ്തലനാണോ എന്ന് പറയുന്ന അതെല്ലാം കേട്ടിട്ടാണ് എഴുതുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു അധ്യായം വായിച്ച് നോക്കി, നിങ്ങളെപ്പോലെ ഒരു സഭയുണ്ടോ, ഇത്രയും ആത്മീക വരങ്ങൾ, ഇത്രയും പ്രാർത്ഥിക്കുന്ന മക്കൾ, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന മക്കൾ എന്നെല്ലാം പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റവരെ കുറിച്ച് വിമർശിക്കണമെങ്കിൽ അതിനു മുമ്പേ അവരുടെ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് പഠിക്കും. സമരിയ സ്ത്രീ എങ്ങനത്തെ സ്ത്രീയാണെന്ന് നമുക്കറിയാം. കർത്താവ് അവളോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ കൊണ്ടുവരാവുമെന്ന്. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലെന്ന്. നമ്മളാണെങ്കിൽ അടുത്ത് എന്നാ പറയും, അടിക്കള്ളി, നിന്നെ എനിക്ക് അറിയത്തില്ലെന്നാണോ നീ വിചാരിച്ചത്, എന്നോടാണോ കള്ളം പറയുന്നത്? ഒന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരി, തലയിൽ ഐസ് വെച്ചതുപോലെ. അവൾ അപ്പോഴാണ് അവളുടെ പത്തി താഴ്ത്തിയത്. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു കാര്യം പഠിച്ചെടുക്കാനാണ്. കർത്താവ് സഭകൾക്ക് എഴുതുമ്പോൾ സഭയിൽ നമ്മുടെ പാസ്റ്റർമാരെ, നമ്മുടെ മറ്റവരെ എല്ലാം നമ്മൾ വിമർശിക്കുന്നവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ വിമർശിച്ചോ കുഴപ്പമില്ല, പക്ഷേ ആദ്യം നല്ല കാര്യങ്ങൾ പറയുവാൻ നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റേ കാര്യങ്ങൾ പറയത്തില്ല. ഹഡ്സൺ ടൈലർ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. താൻ ചൈന ഇൻലൻഡ് മിഷൻ തുടങ്ങിയപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, താൻ കൊണ്ടുവന്ന ഒരു മിഷണറിയാണ്, തനിക്ക് ഭയങ്കര ഉപദ്രവം, തനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് പുള്ളി ഒരിക്കൽ കരഞ്ഞ് കർത്താവോട്, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരാമോ?
അപ്പോൾ കർത്താവ് പറഞ്ഞു മാറ്റിത്തരാം, പക്ഷെ അയാൾ എന്തെങ്കിലും നിനക്ക് നന്മ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കാവൂ. അപ്പോൾ ഹഡ്സൺ ടൈലർ പറയുന്നു, കുറേ കഴിഞ്ഞപ്പോൾ ഓർത്ത്, ഞാൻ ആദ്യം വേറെ ആരും എൻ്റെ കൂടെ വന്നില്ല, പുള്ളിയാണ് വന്നത്. ഓക്കെ, 1. രണ്ടാമത്തത് പൈസയില്ലായിരുന്നപ്പോൾ പുള്ളിയാണ് കുറച്ച് സഹായിച്ചത്. 2. ഇങ്ങനെ ഒരു 5-6 എണ്ണം പറഞ്ഞതിന് ശേഷം ഹഡ്സൺ ടൈലർ തന്നെ ദൈവത്തോട് പറഞ്ഞു, മാറ്റണ്ട, അയാളെ മാറ്റണ്ട കേട്ടോ, അയാൾ ഇരുന്നോട്ടെ. അതാണ് കാര്യം. അപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നവരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒന്ന് ഓർത്തോളണം, വിമർശിക്കുന്നത് കർത്താവ് വിമർശിച്ചു, എല്ലാ സഭകളെയും വിമർശിച്ചു. പക്ഷേ ഈ 7 സഭകളെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ 2 സഭയിൽ മാത്രം കർത്താവിന് കുറ്റമെന്ന് പറയാനില്ല. ഒന്ന് സ്മിർനായും മറ്റേത് ലവോദിഷ്യ സഭയും, ഫിലഡൽഫിയ സഭയും. നല്ലതെന്ന് പറയാനില്ലാത്ത ഒരേ ഒരു സഭ, ഒരു നല്ലതും ഇല്ലാത്തത് ലവോദിഷ്യ. ചത്ത സഭ, ജീവനുള്ളതുപോലെ ആണെങ്കിൽ ചത്തതെന്ന് പറയുന്നത് സാർദി സഭ. മറ്റ് സഭകളിൽ നല്ലതുകൊണ്ട് മറ്റതുകൊണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ ഈ 2 നല്ല സഭകളെ, കർത്താവിന് ഈ 2 സഭകളെക്കുറിച്ച് ഒരു കുറ്റവും പറയാതെ അവരെക്കുറിച്ച് പ്രശംസിക്കുന്നത് മാത്രമുള്ളത് നമ്മളൊന്ന് വായിക്കുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കും, മഹാപരിശുദ്ധവാന്മാരായിരിക്കണം ആ സഭയിൽ. ഇല്ല, കർത്താവ് ആ സഭയിലുള്ളവരോട് ഒന്ന് പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും വലിയ പരിശുദ്ധവാന്മാർ, ഒന്നും പറഞ്ഞില്ല. 2 സഭകളെക്കുറിച്ച് പറയാനുള്ള സമയമില്ല. സ്മിർന സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, സ്മിർന സഭയെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട്. ഈ സ്മിർന സഭയാണ് ഞാൻ ചിന്തിക്കാനുള്ള ഒരു കാരണം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ ദേശത്തിൽ നടന്ന സംഭവങ്ങളോട് വളരെ ഒത്തുപോകുന്ന ചില കാര്യങ്ങൾ സ്മിർന സഭയിലുണ്ട്. കാരണം സ്മിർനയിലാണ് ആദ്യമായിട്ട് റോമ സാമ്രാജ്യം തുടങ്ങിയപ്പോൾ റോമാക്കാർക്ക് ഏറ്റവും വലിയ ഒരു പ്രശംസിക്കാനുള്ള ഒരു പട്ടണമായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പട്ടണമായിരുന്നു ഈ സ്മിർന. ആ സ്മിർന അതിനു മുമ്പേ ഗ്രേക്ക് കാലത്ത് തറമട്ടമായിട്ട് ഇടിച്ച് തകർത്തിയ ഒരു പട്ടണമാണ്. പിന്നെയാണ് അത് പണിഞ്ഞെടുത്തത്. അതുകൊണ്ട് വളരെ മോഡൽഡായിട്ട് അത് പണിഞ്ഞതുകൊണ്ട് റോമാക്കാർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. ആദ്യത്തെ റോമ സാമ്രാജ്യത്തിൽ റോമർ ആരാധിക്കുന്ന അവരുടെ ഒരു ദൈവം, അതിൻ്റെ പേര് റോമ എന്നാണ്, ROMA, ഒരു ഗോഡസ് ആണ്. അതിനുവേണ്ടി ഒരു അമ്പലം പണിഞ്ഞതും അവിടെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജൂലിയസ് സീസർ തന്നെ ദൈവം പോലെയാണ് എന്ന് പറഞ്ഞതും, അഗസ്റ്റിനെല്ലാം താൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞതും, നീരോ കാലം തൊട്ട് തുടങ്ങി എല്ലാവരും റോമ ചക്രവർത്തികളെ ദൈവമെന്ന് ആരാധിക്കണം, ദ സീസർ ഈസ് ലോർഡ് എന്ന് പറയണം എന്നെല്ലാം തുടങ്ങിയ ആ ആരംഭം തുടങ്ങിയതെല്ലാം ഈ അമ്പലം അവിടെ തുടങ്ങിയത് കൊണ്ടാണ്. ആ പട്ടണത്തിലാണ് കർത്താവ്, ആ പട്ടണത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവരെ ഏറ്റവും, അപ്പോൾ സ്മിർന പട്ടണം പോകുമ്പോൾ ചിലരെല്ലാം പറയും, എങ്ങനെ കിടന്നതെന്നറിയോ? തറമട്ടമായിട്ട് കിടന്നതാണ്. ഇപ്പം നോക്കി എന്തും മനോഹരമായിട്ടുള്ള പട്ടണം. അപ്പം ഒന്നും പ്രതീക്ഷയ്ക്ക് വഴിയില്ലാതെ ഒരു അവസ്ഥയിലിരുന്ന ഒരു പട്ടണം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആയിട്ടുള്ളതുപോലെ യേശു പറഞ്ഞു, അവർക്ക് നമുക്കത് എത്രമാത്രം വലിയ കാര്യമെന്ന് തോന്നുന്നോ ഇല്ലയോ, സ്മിർന പട്ടണത്തിലുള്ളവർക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നും. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ ആകർഷണമാണ്. അപ്പോൾ അതുമാത്രമല്ല, അവരെ കർത്താവ് പ്രശംസിക്കുന്നത്, നിങ്ങളത് വായിച്ച് നോക്ക്, നിങ്ങളെപ്പോലെ പരിശുദ്ധന്മാരെ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ ബൈബിൾ വായിക്കുന്നവരെ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടില്ല, ഉപവസിക്കുന്നവരെ കണ്ടിട്ടില്ല എന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അവരെ കണ്ട് നല്ലത് പറഞ്ഞതുകൊണ്ട് മറ്റൊന്നും കർത്താവിന് കാണാൻ സാധിച്ചില്ല. ദ ഹോൾ തിങ് ജസ്റ്റ് വാനിഷസ് ബിഫോർ ദെയർ വൺ പർട്ടിക്കുലർ ക്യാരക്ടർ. അവർ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു കാര്യമാണ്. ഈ സ്മിർന പട്ടണത്തിലാണ് പോളികാർപ്പ് എന്ന് പറയുന്ന ആ ബിഷപ്പ് തീയിലിട്ട് എരിച്ചപ്പോൾ 86-ാമത്തെ വയസ്സിൽ തന്നോട് അവസാനം വിരിക്കാനായിട്ട് വന്ന റോമൻ കൗൺസിൽ പറഞ്ഞു, എടാ വയസ്സായന്, സീസർ ഈസ് ലാർഡ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പറ്റത്തില്ല, 86 വർഷം ഞാൻ സേവിച്ച എൻ്റെ ദൈവത്തെ തള്ളിക്കളയാൻ എനിക്ക് പറയത്തില്ല, നിൻ്റെ തീ എന്നാ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ തീയിലേക്ക് പോയ ആ പോളികാർപ്പ് ഇരുന്ന ഒരു സഭയാണ് സ്മിർന, വിശ്വാസത്തിന് വേണ്ടി നിന്ന്. അവിടെ ഉള്ള ആ സഭ അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ധീരതയോട് വിശ്വാസത്തോട് നിൽക്കുമെങ്കിൽ, കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും.
മറ്റു സഭകളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതും ഉണ്ട് അതും ഉണ്ട്, നല്ലതുമുണ്ട് അതും ഉണ്ട്. അങ്ങനെയാണ് പല സഭകളും. നമ്മളെന്തിനാ മറ്റവരെ പ്രയാസപ്പെടുത്തുന്നത്? ഇങ്ങനെ പോയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അങ്ങനെയുള്ള സഭകളെയല്ല കർത്താവ് പ്രശംസിക്കുന്നത്. ഈ സ്മരണ സഭയും കർത്താവ് അവരോട് പറയാണ് 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. 3 കാര്യങ്ങളുണ്ട്. നീ ഒന്ന് ദരിദ്രൻ എന്ന് ലോകം നിന്നെ വെച്ചു. വിശ്വാസികളായിരുന്ന ആ സ്മരണ സഭയിലുള്ള വിശ്വാസികൾ മറ്റവരുടെ കാഴ്ചപ്പാടിൽ വളരെ ദരിദ്രന്മാരായിരിക്കാൻ കാരണം അത് വലിയ ഒരു പട്ടണമാണെങ്കിലും റോമാ സാമ്രാട്ടുകളെ ദൈവമായിട്ട് മതിച്ചു അവർക്ക് വേണ്ടി അവരുടെ കാലിൽ വീണ് അവരെ ദൈവമായിട്ട് ആദരിച്ചു കൊണ്ടിരുന്ന മാത്രമേ അവിടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു 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 റൂൾ അവിടെ വന്നു കാണും. ഇന്നും നമ്മുടെ രാജ്യങ്ങളിൽ അങ്ങനെ വരുന്നുണ്ടല്ലോ. നീ ഇന്നാറല്ലെങ്കിൽ നീ കട പോലും വയ്ക്കാൻ പറ്റത്തില്ല, നിൻ്റെ സ്ഥലത്ത് നിന്ന് ആരും ഒന്നും വാങ്ങത്തുമില്ല, നിനക്കൊരു ജോലിയും കിട്ടത്തില്ല, ഒരു പ്രൊമോഷനും കിട്ടത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ 2nd ക്ലാസ് 3rd ക്ലാസ് ഇങ്ങനെ ഇട്ട് ചവിട്ടി അമർത്തിയിരിക്കുന്നാൽ ദരിദ്രവാന്മാരല്ലാതെ വേറെ എങ്ങനെയാകും? എല്ലാവരോടും ഒന്ന് ബിസിനസ്സുകാരോട് ബിസിനസ് ചെയ്ത് നന്നായി വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയെല്ലാം ചെയ്താൽ ബിസിനസ് ഒന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന എത്രയോ വിശ്വാസികൾ ഇന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുവിധം കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചു പോകാം. എന്നാൽ അവർ ദരിദ്രന്മാരായിരുന്നത് ആ വലിയ പട്ടണത്തിൽ, അതും പ്രമുഖമായിട്ടുള്ള ഒരു പട്ടണമാണ്, ഒരു പോർട്ടാണത്. അങ്ങനെ വളരെ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും മുമ്പേ കയറി പോകാനുള്ള സാധ്യതകളുള്ള സ്ഥലത്ത് അവർ ദരിദ്രന്മാരായിരുന്നാൽ അതിൻ്റെ ഒരേ ഒരു അർത്ഥം ദേ ഒബെയ്ഡ് ദ ലോസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നു എല്ലാവരും നിന്നെ ദരിദ്രമാണെന്ന് പറയാം. എടാ നീ അതെല്ലാം ചെയ്തിട്ട് കുറച്ചും കൂടി പണം സമ്പാദിച്ചു പോകരുത് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു ഇവരെല്ലാം ദരിദ്രമാണെന്ന് പറഞ്ഞാലും ഞാൻ കാണുന്നത് നീ ധനവാനാണ്. കർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ്, യു ആർ റിച്ച്, ആരെന്നാ പറഞ്ഞാലും. അപ്പോൾ കർത്താവ് ധനവാൻ എന്ന് പറയുന്നതും ദരിദ്രൻ എന്ന് പറയുന്നതും കർത്താവിൻ്റെ ആ കാഴ്ചപ്പാട് ഡിഫറെൻ്റാണ്. എന്ന് പറഞ്ഞാൽ ധനവാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വത്തുണ്ട്, കർത്താവിൻ്റെ ഡിക്ഷണറിയിലും അത് തന്നെയാണ്. പക്ഷേ എവിടെയാണ് ഈ സ്വത്ത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും. യേശു തന്നെ പറഞ്ഞു നിൻ്റെ നിക്ഷേപങ്ങളെ സ്വർഗത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്? നമുക്ക് ചെക്ക് അയക്കാമോ? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ടല്ലോ, ഇന്ത്യൻ ഓവർ സ്കൈസ് ബാങ്ക് ഒന്നുമില്ല. നമുക്ക് ചെക്കിട്ട് അങ്ങോട്ട് അയക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ പോകുന്നത് നിൻ്റെ സ്വത്ത് കൊണ്ട് ഏതെങ്കിലും ചില ആത്മാക്കൾ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതാണ് ധനം. ദൈവം കാണുന്ന അതാണ് ധനം. ദൈവം നിന്നെ ധനവാൻ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഓരോ ദിവസവും ഒന്ന് ചിന്തിച്ച് നോക്ക്. വാട്ട് ഈസ് മൈ അക്കൗണ്ട് ഇൻ ഹെവൻ? എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ സമ്പാദിച്ച ചില കാര്യങ്ങൾ കൊണ്ട് ചിലരെ എനിക്ക് സ്വർഗത്തിലേക്ക് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ആം റിച്ച്. യേശു എന്നെ റിച്ച് എന്ന് പറയുന്നു. മറ്റവൻ എന്നാ പറഞ്ഞ എന്നാ യേശു റിച്ച് എന്ന് പറഞ്ഞു. പക്ഷേ യേശു ഇവിടുത്തുള്ള ധനവാന്മാരെ കാണുമ്പോഴെല്ലാം ഒരു കണ്ണടിച്ചുകൊണ്ട് പറയും സൂക്ഷിച്ചോളണം, സ്വർഗത്തിൽ പോകുന്ന അത്ര എളുപ്പമല്ല, ഒട്ടകം വേണമെങ്കിൽ ഊശിയിൽ ഹോളിൽ പോകും, പക്ഷേ നീ പോകത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണമാണ് യേശു അവരെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ധനം എന്ന് പറയുന്നതല്ല കർത്താവ് പ്രശംസിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമ്മുടെ വലിയ സഭ എന്ന് പറഞ്ഞാൽ എന്നതിലോ സിനിമ സ്റ്റാർ അവിടെ വരുന്നുണ്ട്, ബില്യണർ വരുന്നുണ്ട്, ബിൽഗേറ്റ്സ് വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തോന്നുന്നു. കർത്താവിന് അതൊരു കാര്യമില്ല. ലോകക്കാർ നിന്നെ ദരിദ്രമാണെന്ന് പറഞ്ഞാലും കർത്താവ് നോക്കുമ്പോൾ നിൻ്റെ അക്കൗണ്ട് അവിടെ വളരെ ഹൈ ആണ്, വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസം ഈ സ്മരണ സഭയിൽ യേശു കണ്ട് അത് പ്രശംസിക്കാനുള്ള ഒരു കാര്യം. അവരെല്ലാം വലിയ പരിശുദ്ധവാന്മാർ, നിങ്ങളെപ്പോലെ 100% പരിശുദ്ധവാന്മാർ ഇരുന്ന് എന്നുള്ളത് കൊണ്ടല്ല പ്രശംസിച്ചത്. അവർ ദരിദ്രനായിരുന്നു. പക്ഷേ ദരിദ്രൻ എന്ന് ലോകം പറഞ്ഞു. ഒട്ടനെ കർത്താവ് കറക്റ്റ് എന്ന് പോലെ നീ ദരിദ്രനായിരിക്കുന്നു എന്നാലും നീ ധനവാനാകും എന്ന് യേശു പറയുന്നു. ദൈവത്തിന് വേണ്ടി, ദൈവ കൽപ്പനകൾക്ക് വേണ്ടി, ദൈവ നിയമങ്ങൾക്ക് വേണ്ടി, ദൈവ ചട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ലോകപരമായിട്ട് നമ്മൾ ഉയർന്നില്ല, ഒരുപാട് മറ്റവർക്കുള്ളതുപോലെ ഉള്ള സമ്പത്തോ ഒന്നും നമുക്കില്ലെങ്കിലും വിശ്വാസികൾ മനസ്സിലാക്കണം യേശു പ്രശംസിക്കുന്നത്
നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ എന്നാണ്. നീ ദരിദ്രനായിരിക്കുന്നത് കൊണ്ടല്ല യേശു പ്രശംസിക്കുന്നത്, നിൻ്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് യേശു പ്രശംസിക്കുന്നത്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമുക്ക് പണം വരട്ടെ, പക്ഷെ അതുകൊണ്ട് അവിടെ ചേർത്ത് പോയി, അവിടെ നടത്ത്, അവിടെ ആത്മാക്കളെ കൊണ്ടുപോകും, അതിനുവേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ കാര്യം. നീ ധനവാനാകുന്നു. അടുത്തത് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ കഷ്ടതകൾ, നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു നിൻ്റെ കഷ്ടത. അപ്പോൾ യേശു ഈ സഭയെക്കുറിച്ച് ഒരു പ്രയാസവും പറയാത്തതിൻ്റെ ഒരു കാരണം, ഈ സഭയിലുള്ളവരെല്ലാം കഷ്ടപ്പെടുകയാണ്. അതാണോ ദൈവത്തിൻ്റെ ഇഷ്ടം? കഷ്ടപ്പെടുന്നു, സഫറിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. ഹൗ ടു അവോയ്ഡ് സഫറിങ്, ഹൗ ടു ലീവ് വിത്തൗട്ട് സഫറിങ് എന്നെല്ലാം ഒത്തിരി പുസ്തകം കാണും. അതെല്ലാം എല്ലാവരും വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ തന്നെ പലരും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കഷ്ടതകളിൽ നിന്ന് യേശു നമ്മളെ വിടുവിക്കുമെന്ന്. നിങ്ങൾ എന്നാ വിചാരിച്ചാലും ഈ സ്മിർന സഭയിൽ യേശു പ്രശംസിച്ചതിൻ്റെ ഒരു കാരണം, നിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നു. സഫറിങ് എന്ന് പറയുന്നത് സഭയ്ക്കൊരു പ്രോബ്ലമായിട്ടാണ് ഇന്ന് കരുതുന്നത്. സഫറിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. സഫറിങ് വാസ് എ വേ ഓഫ് ലൈഫ് ഫോർ ക്രിസ്ത്യൻസ്. അത് മനസ്സിലാക്കണം. സഫറിങ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യണമെന്നുള്ളതല്ല, അത് എങ്ങനെയെങ്കിലും മാറ്റിക്കിട്ടണമെന്നല്ല. ദൈവമക്കൾ പറയുന്നത്, ഫിലിപ്പിയരുടെ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നത്, നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, കഷ്ടപ്പെടുവാനും നിങ്ങളെ വേണ്ടി വിളിച്ചിരിക്കുന്നു. നമുക്കുള്ള ഒരു പേര് ബിലീവർ എന്നാണ്, മറ്റൊരു പേര് സഫറർ എന്നാണ്. എത്ര പേർക്ക് ഇഷ്ടം? ഹലോ സഫറർ, ഹൗ ആർ യു എന്ന് പറയുന്നതൊക്കെ അവൻ വിചാരിക്കുക ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചോ. നോ, പൗലോസ് പറയുന്നത്, യു ആർ നോട്ട് കോൾഡ് ഓൺലി ടു ബിലീവ്, യു ആർ ഓൾസോ കോൾഡ് ടു സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഫറിങ്ങിൻ്റെ ആ തിയോളജി, ദൈവശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ സഫറിങ് എന്ന് പറയുന്നത് കർത്താവ് കൊടുക്കുന്നതല്ല. ഈ സഫറിങ് ജനങ്ങൾക്ക് വരുന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അത് എല്ലാവർക്കും വരും. ഒരു സുനാമി വന്നാലോ, ഒരു ഹരിക്കേൻ വന്നാലോ, ഒരു ഫയർ വന്നാലോ, എത്രയോ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ നൂറുകണക്കായ ബില്യനേഴ്സ് അവരുടെ വീട് നഷ്ടപ്പെട്ടു. ചിലരെല്ലാം വിശ്വാസികളായിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ നഷ്ടപ്പെട്ട് ഈ ലോകത്തിലായിരിക്കുന്നത് കൊണ്ട് ദിസ് ഈസ് എ കണ്ടംഡ് വേൾഡ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എപ്പോഴും കഷ്ടതകൾ ഉണ്ടാകാം. ഒന്ന്, അത് വിശ്വാസികൾക്കും ഉണ്ടാകാം. ഒരു സ്ഥലത്ത് പോലും യേശു, നീ ഈ ലോകത്തിൽ എന്നെ പിൻപറ്റുന്നതുകൊണ്ട് നിനക്ക് ഒരു കഷ്ടവും വരത്തില്ലെന്ന് വേദപുസ്തകത്തിൽ എവിടെയും എഴുതിയിട്ടില്ല, എവിടെയും എഴുതിയിട്ടില്ല. അത് ഒന്ന്. പക്ഷെ അത് യേശു കൊടുക്കുന്നതല്ല, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട്. രണ്ട്, അതാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. നീ ഈ ലോകത്താൻ അല്ലാത്തത് കൊണ്ട് നിനക്ക് പ്രത്യേകമായിട്ട് കഷ്ടത കൊടുക്കുവാൻ ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ഫസ്റ്റ്, ബിക്കോസ് യു ആർ ഇൻ ദ വേൾഡ്, നീ ലോകത്തിലായതുകൊണ്ട്. രണ്ടാമത്തത്, വിശ്വാസികൾക്ക് മാത്രം, നീ ലോകത്താൻ അല്ലാത്തത് കൊണ്ട്. അത് യേശു കൊടുക്കുന്നതല്ല. ലോകത്താൻ അല്ലാത്തത് കൊണ്ട്, നീ യേശുവിനെ പിൻപറ്റുന്നത് കൊണ്ട്, നീ നീതിമാനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിനെതിരായിട്ടുള്ള ശത്രു നിനക്ക് കഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തു യേശുവിൽ ജീവിക്കുന്ന സകലർക്കും ഉപദ്രവമുണ്ട്. മനസ്സിലായോ? അപ്പോൾ സകലർക്കും എന്ന് പറഞ്ഞാൽ ആരാ? പാസ്റ്റർമാർക്കോ, അച്ഛന്മാർക്കോ, സുവിശേഷകന്മാർക്കോ? സകലർക്കും. അതിൻ്റെ അർത്ഥം ക്രിസ്തു യേശുവിൽ ജീവിക്കുന്ന സകലർക്കും ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ, നിനക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ നീ ഭക്തിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് സംശയമാണ്. അപ്പോൾ പോയി എല്ലാവരും, ഇതുവരെ എനിക്ക് ഒരു കഷ്ടവും വന്നില്ല, എൻ്റെ ചെവിട്ടിൽ 2 കൊടുക്കുക എന്ന് പറഞ്ഞ് കഷ്ടം നമ്മൾ വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, കഷ്ടം ഉണ്ടാവും. ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ മതി. ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന്, ദേ ക്രിയേറ്റ് ദെയർ ഓൺ എനിമീസ് ബൈ ലിവിങ് പെർഫെക്റ്റ് ബിഫോർ ഗാഡ്. നീ ദൈവത്തിന് മുമ്പ് വിശുദ്ധനായിട്ട് ജീവിച്ചാൽ നിന്റെ ചുറ്റിലുള്ളവർ നിനക്ക് ശത്രുവാകും. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന അങ്ങനെയാണ്. ഇതുവരെ 10-15 വർഷം ഒരേ ഓഫീസിൽ അടുത്തടുത്ത് മേശയിലിരുന്നവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇന്ന് അടുത്ത മേശയിലുള്ള, നീ ചർച്ചിൽ പോവുകയാണോ,
എന്ന് കേട്ടിട്ട് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് നീ അവൻ്റെ ശത്രുവാകും. നീ വീട്ടിൽ ഇരുന്നുകൊണ്ട് വിചാരിക്കും, എന്നാ പറ്റി ഇവന്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇവൻ എന്തിനാ എന്നോട് ഇത്രയും ശത്രു? നോ, അതാണ് കർത്താവ് പറയുന്നത്. ഇതൊന്നും യേശു കൊടുക്കുന്നല്ല. ആരും വിചാരിക്കരുത് യേശുവിൻ്റെ പുറകെ പോയോ യേശു എല്ലാ കഷ്ടവും കൊടുക്കുന്നു. ഒന്നും നീ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള കഷ്ടം എല്ലാവർക്കും ഉള്ളതുപോലെ നിനക്കും വരും. രണ്ടാമത് നീ ലോകത്താൻ അല്ലാത്തത് കൊണ്ടും വരും. പോരെങ്കിൽ മൂന്നാമത്തെ ഒന്നുണ്ട്. അതെന്തെന്നറിയാമോ? നിന്നെ കർത്താവ് കാണുമ്പോൾ, നിന്നെ കർത്താവ് യഥാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ എന്നാ ചെയ്യും? മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ യേശു ആ വഴിയെ പോകുന്ന കൊണ്ട് ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി താണ് യേശുവോട് പറഞ്ഞു, നല്ല ദൈവമേ എന്ന് പറയുമ്പോൾ തന്നെ യേശു പറയും, സ്റ്റോപ്പ്, എന്തിനാ എന്നെ നല്ലവെന്ന് വിളിച്ചേ എന്ന് പറഞ്ഞ് ആ സംഭാഷണം തുടരുമെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല. യേശു പറഞ്ഞു, ദൈവം മാത്രമേ നല്ലവനെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, യേശു അവനെ കണ്ട് സ്നേഹിച്ചു. അത് വായിച്ചപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് എനിക്കൊരു ചെറിയ ഒരു ഇത്, സാധാരണയായിട്ട് ധനവാന്മാരെ കാണുമ്പോൾ യേശു എന്തെങ്കിലും കമൻ്റ് അടിക്കും. പക്ഷേ ഇവനെ കണ്ടപ്പോൾ യേശു സ്നേഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. യേശു സ്നേഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു സ്നേഹിച്ചു എന്ന് എഴുതിയിട്ട് അവനോട് പറയാണ്, എനിക്ക് നിന്നോട് എന്ത് സ്നേഹം, എന്ത് ബിസിനസ്, ഇപ്പം എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഇപ്പം എത്ര കാറുണ്ട്, എത്ര ബാങ്കുണ്ട്, അതെല്ലാം എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അതെല്ലാം വർദ്ധിപ്പിച്ച് തരാമെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, നീ പോയി ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രൻ കൊടുത്ത് എൻ്റെ പുറകെ വന്നു. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം എങ്ങനെയുണ്ട്? ആരെങ്കിലും യേശു എന്നെ സ്നേഹിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ യേശു പറയാണ്, അത് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രന് കൊടുത്ത് എൻ്റെ പുറം. അതാ എഴുതിയേക്കുന്നത് അവിടെ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അത് എഴുതിയില്ലെങ്കിൽ പിന്നെയും സാരമില്ലായിരുന്നു. അവനെ സ്നേഹിച്ചു. സ്നേഹിച്ചതിന് ശേഷം ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ. അപ്പം അതിൻ്റെ അർത്ഥം, യേശുവിനെ സ്നേഹിക്കുമ്പോൾ ഈ മനുഷ്യനെ യേശു സ്നേഹിച്ചു എന്ന് പറയുന്നത് കള്ളമാണ്. നോ, 100% ട്രൂ. പക്ഷെ യേശു സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവൻ എന്നോട് കൂടെ സ്വർഗത്തിലിരിക്കണം. ഹി മസ്റ്റ് ബി വിത്ത് മീ ഇൻ ഹെവൻ. അതാണ് സ്നേഹത്തിൻ്റെ അർത്ഥം. ഇവൻ എന്നോട് കൂടെ സ്വർഗത്തിലിരിക്കണം. ഇല്ലെങ്കിൽ ഇവന് ബിസിനസ് ഉണ്ടായി അതിൽ വരുന്ന 10-1 എനിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചല്ല, ഇവൻ എന്നോട് കൂടെ സ്വർഗത്തിലിരിക്കണം. അപ്പോൾ സ്വർഗത്തിന് പോകാൻ നിനക്ക് തടസ്സമായിരിക്കുന്ന നിന്റെ ജീവിത സ്വഭാവങ്ങൾ ഏതുവായാലും അത് മാറ്റണമെന്ന് യേശു ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കഷ്ടമായിട്ട് തന്നെ തോന്നും. ഈ മനുഷ്യനെ കുറിച്ച് അങ്ങനെ എഴുതിയേക്കുന്നത്. അത് കേട്ടപ്പോൾ ഇയാൾ മോഹം വാടിപ്പോയി. അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തോന്നും. ഇത് മൂന്നാമത്തെ കഷ്ടം. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മീകമായിട്ട് നമ്മൾ വളരാൻ തടസ്സമുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ദ്രവ്യാഗ്രഹമാണ്. എത്രമാത്രം വിഗ്രഹാരാധന ഒരു പാപമെന്ന് കരുതുന്നോ അത്രമാത്രം ദ്രവ്യാഗ്രഹം ഒരു പാപമാണ്. കൊളോസ്യരിലെ ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു മനുഷ്യൻ ജീവിക്കുന്നതേ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അവൻ യേശുവിൻ്റെ ശിഷ്യനാണെങ്കിൽ, യേശു അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യേശു അവൻ സ്വർഗത്തിൽ വരണം, അതിനൊന്നും തടസ്സമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവനക്ക് വിഷമം ഉണ്ടാക്കുന്നത് വന്നെന്നിരിക്കും. പിന്നെ അവൻ ആത്മീകമായിട്ട് വളരണമെങ്കിൽ പലപ്പോഴും ഏത് ദൈവദാസന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവർ ആത്മീകമായിട്ട് വളർന്നതിൻ്റെ കാരണം പലപ്പോഴും കഷ്ടതയിൽ നടന്നപ്പോൾ യേശു അവരുടെ കൈ പിടിച്ച് നടന്നതാണ്. യേശു ഒരിക്കലും അവിടുന്ന് മാറ്റത്തില്ല. നീ വെള്ളത്തിൽ കൂടെ നടന്നാലും, നടക്കയില്ലെന്നല്ല പറഞ്ഞു, നടന്നാലും, നീ തീയിൽ കൂടെ നടന്നാലും, നീ കൂറിൽ താഴ്വരയിൽ കൂടെ നടന്നാലും, എന്ന് പറഞ്ഞാൽ നടക്കാൻ വിട്ടിട്ട് നിന്നോട് കൂടെ പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കും. ഞായറാഴ്ച ആരാധനയും കഴിച്ച് നല്ല ഒരു ബിരിയാണിയും കഴിച്ച് ഒരു കളർ TV കണ്ടു, ചിത്രവും കണ്ടിട്ട് ഇരുന്നാൽ യേശു നിന്നെ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കരുത്. കഷ്ടതയിൽ കൂടെ കിടന്നു. ഏത് ദൈവവേലക്കാരനോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. യെരുശലേമിൽ
പൗലോസിനെ അടിച്ച് ശരിയാക്കി കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക. ഇവനെ കൊന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇനി കഴിക്കുന്നതെന്ന് പറഞ്ഞ് 40 പേർ പുറത്ത് കാത്തിരിക്കുകയാണ്. കാലത്ത് എഴുന്നേറ്റ് വന്നാൽ കൊല്ലണമെന്ന്. ഒരു കാരാഗ്രഹത്തിൽ കൊണ്ട് രാത്രി ഇട്ടിരിക്കുക, അടിയെല്ലാം വാങ്ങിയിട്ട്. യേശു കാരാഗ്രഹത്തിൽ വരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 23:11. യേശു കാരാഗ്രഹത്തിൽ വരുന്നു. നമ്മൾ എന്നാ വിശ്വസിക്കുന്നു? യേശു അവൻ്റെ തലയോടി, മോനെ പാവം, ഇത്രയും കഷ്ടപ്പെട്ടല്ലടാ, നീ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടല്ലടാ, നിൻ്റെ വേദനയെല്ലാം ഞാൻ മാറ്റുന്നു എന്ന് പറയും. യേശു പറഞ്ഞു എന്താണെന്നറിയോ? നീ ഇവിടെ അടി വാങ്ങിയത് പോരാ, ഇതിന് തലസ്ഥാനം ഒന്നുണ്ട്, റോമ പട്ടണം. അവിടെയും പോയി എന്നെ സാക്ഷീകരിക്കണം. ഇവിടെ സാക്ഷീകരിച്ചപ്പോൾ ഇത്രയും കിട്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു മുക്കിൽ പോയി പരസ്യമൊക്കെ നടത്തിയിട്ട് ഒരുത്തൻ കല്ലെറിഞ്ഞ് മൂക്ക് പൊട്ടി, ആശുപത്രി കിടക്കുമ്പോൾ ഒരു പാസ്റ്റർ എന്ന് പറയാം, നീ അവിടെ പോയത് കൊണ്ടല്ലടാ മൂക്ക് മാത്രം പൊട്ടിയത്, ഞാനൊരു സ്ഥലം പറയാം, അവിടെ പോയാൽ തല പൊട്ടി ചാകാൻ പോലും ആകും, ആ സ്ഥലം പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ വിചാരിക്കും? എന്നാ പാസ്റ്ററാണ്. യേശു അത് തന്നെ പറഞ്ഞു, ഇവിടെ നീ നിനക്ക് പോയത് പോരാ, നീ അവിടെ പോകണം, റോമിലും പോകണം. എന്ന് വെച്ചാൽ തലസ്ഥാനത്ത് നീറോ ചക്രവർത്തിയുള്ള സ്ഥലത്ത് പോയി ഒന്ന് പ്രസംഗിച്ച് നോക്കുക എന്നാ സംഭവിക്കുന്നു. അതാണ് യേശു പറഞ്ഞത്. അവർ പോയി, തലയും പോയി, അതിനെ സംഭവിച്ചു. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ചിലരെ ആത്മീകമായിട്ട് വളർത്താൻ ദൈവത്തിനുള്ള ഒറ്റ മാർഗം ചിലപ്പോൾ ഈ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അത് മനസ്സിലാക്കുവാൻ പൗലോസിനെ പോലെ നമുക്ക് സാധിച്ചെന്ന് വന്നില്ല. പൗലോസ് പറയുന്നത്, മറ്റവർക്ക് ജീവൻ കൊടുക്കുവാൻ ഞങ്ങൾ ദിവസം തോറും മരിക്കുന്നു, ക്രിസ്തുവിൻ്റെ മരണത്തെ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഞാൻ മരിക്കാൻ തയ്യാറാണ് മറ്റവന് ജീവൻ കൊടുക്കുവാൻ വേണ്ടി. 2 കൊരിന്ത്യർ 4:13 വാക്യത്തിൽ 12 വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അതുപോലെ മൂന്നാമത്തെ കാര്യം, കർത്താവ് തന്നെ ചിലപ്പോൾ പ്രയാസങ്ങളിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ കഷ്ടതയിൽ കൂടെ നടത്തി വരുന്നത് നമ്മുടെ ആത്മീകതയെ ശരിക്കും ഒന്ന് വളർത്തിയെടുക്കുവാൻ. വേറെ there is no other mark. അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചാലും പിന്നെ ഒരു ബൈബിൾ കോളേജുണ്ട്, സ്കൂൾ ഓഫ് സഫറിങ്. യു മസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ദാറ്റ്. അതിലും ഗ്രാജുവേറ്റ് ആവണം. മറ്റേതെല്ലാം രണ്ടാമത്തെ കാര്യം. BTHO, MTHO, MDO, DDO ഏത് വേണേൽ എടുത്തോ, സ്കൂൾ ഓഫ് സഫറിങ്. അപ്പോൾ മാത്രമേ ക്രിസ്തീയ ആ ജീവിതം ഒന്ന് ശരിപ്പെടത്തു. ഇപ്പോൾ ഇവർ പറയുന്നു, കർത്താവ് പറയുന്നു, ഇതന്നെ പറയുന്നത്, അന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ യേശു പറയുന്നു, നീ കഷ്ടപ്പെടുന്നത് ഞാൻ അറിയുന്നു, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഇനിയും കഷ്ടപ്പെടണം, പിന്നെയും നിന്നെ കൊണ്ട് ജയിലിലിടും, ചിലരെ കൊല്ലും. ഇതാ യേശു സ്മരണ സഭയ്ക്ക് പറയുന്നത്. നീ പെടുന്ന കഷ്ടങ്ങൾ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് നീ ഇനിയും കഷ്ടം സഹിക്കേണ്ടി വരും. നിങ്ങളിൽ ചിലരെ കാരാഗ്രഹത്തിലിടും, ചിലരെ കൊല്ലും എന്ന് കർത്താവ് പറയുന്നത് നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. അതുകൊണ്ടാണ് മറ്റേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, യേശു അവനെ സ്നേഹിച്ചു. അത് ഒരു പെക്യുലിയർ ഒരു സെൻറ്റൻസാണ്. കാരണം അവൻ ധനവാനായ ഒരു മനുഷ്യൻ, അവനെ കണ്ട് യേശു സ്നേഹിച്ചതിൻ്റെ കാരണം അവൻ ഭവ്യമായിട്ട് വന്ന് യേശുവിൻ്റെ കാലിൽ വീണ് ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം എന്നെല്ലാം ചോദിക്കുമ്പോൾ യേശു അവനോട്, ഇവൻ പണക്കാരനാണെങ്കിലും ഇവൻ അവിടെ വരണം, എൻ്റെ കൂടെ ഇരിക്കണോ, അത്രയും നല്ല ഗുണങ്ങൾ ഇവനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവന് സ്വല്പം പ്രയാസമായിട്ടുള്ളത് പറഞ്ഞു കൊടുത്തു. അവനത് അനുസരിക്കാതെ പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. 3 ഇത് പോരെന്ന് വെച്ചാൽ നാലാമത്തെ ഒരു കാര്യമുണ്ട്. യേശു നമ്മളിൽ ചിലരെ മാർട്ടിയേഴ്സായി, രക്തസാക്ഷികളായിട്ട് മരിക്കുവാൻ യേശു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സിംഹാസനത്തിന് താഴെ ഇരുന്ന ചില ആത്മാക്കൾ ദൈവത്തോട് പറയുകയാണ്, ഇനിയും എത്ര നാൾ കഷ്ടം. അപ്പോൾ ദൈവം അവരോട് പറയാണ്, കുറച്ച് ദിവസം കൂടെ, ഇനിയും കുറച്ച് ആൾക്കാർ വരാനുണ്ട്. എൻ്റെ ലിസ്റ്റിൽ നോക്കിയാൽ ഇനിയും കുറച്ച് രക്തസാക്ഷികൾ വരാനുണ്ട്, അവരും കൂടെ വന്നതിന് ശേഷമേ എന്ന് പറഞ്ഞാൽ സം ഓഫ് യു, നമ്മളിൽ ആരോ നമുക്കറിയത്തില്ല, എന്നാൽ ദൈവം അവിടെ കുറിച്ചിട്ടുണ്ട്. അതും ദൈവം കുറിച്ചു. ഞാൻ പറയാൻ വന്നത്, ഇത്രയും കഷ്ടതകളുടെ ഒരു തിയോളജി നമ്മൾ ദൈവശാസ്ത്രം പഠിക്കുന്നുണ്ടെങ്കിൽ സഫറിങ് ഇസ് നോട്ട് എ പ്രോബ്ലം. സഫറിങ് ഇസ് ദ വേ ഓഫ് ലൈഫ് ഫോർ ക്രിസ്ത്യൻസ്. നീ ലോകത്തിൽ ഉള്ളത് കൊണ്ട് കഷ്ടം, നീ ലോകത്താണ് അല്ലാത്തത് കൊണ്ട് കഷ്ടം,
നിന്നെ നന്നാക്കുവാൻ ദൈവം കൊടുക്കുന്നത് കഷ്ടം, നിന്നെ വന്ന് രക്തസാക്ഷിയായിട്ട് മരിക്കാൻ വേണ്ടി ദൈവം എഴുതി വച്ചിരിക്കും. ഇതെല്ലാം നോക്കുമ്പോൾ കഷ്ടത്തിൻ്റെ കൂമ്പാരമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, കർത്താവ് ഈ ലോകം വിട്ടു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഒന്ന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. കർത്താവിന് എന്ത് കൊടുക്കാൻ പറ്റും? കട്ടടമൊന്നും പണിഞ്ഞിട്ടില്ല, വലിയ സ്വത്ത് ബാങ്ക് ബാലൻസ് ഇല്ല, താൻ ഒരു വലിയ ഒഫീഷ്യൽ പോസ്റ്റ് ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓഫീസിൻ്റെ, എൻ്റെ ബിസിനസ്സിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി, നീ ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട്, നീ ഒരു അഡ്മിനിസ്ട്രേറ്ററായി, നീ ഇരുന്ന് എല്ലാവർക്കും 12 ശിഷ്യന്മാർക്കും കൊടുക്കാനും ഒന്നുമില്ല. പക്ഷേ യേശുവിന് കൊടുക്കണം, ശിഷ്യന്മാർക്ക് കൊടുക്കണം. യേശു അവസാനം ഈ ലോകം വിട്ടു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം, 17-ാം അധ്യായം 13-ാം വാക്യം, എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നു. കർത്താവിന് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനം, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുത്ത് ഈ ലോകത്തിൽ അവർ ജീവിക്കുന്നു. ആ 17-ാം അധ്യായം, യോഹന്നാൻ്റെ 17-ാം അധ്യായം മൊത്തം കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് തൻ്റെ പിതാവിനോട് പറയും, ഞാൻ പോകുന്നു, ഇവരിവിടെ പോകുന്നു, ഇവരെങ്ങനെ ജീവിക്കും, ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കും, ഈ ലോകം അവരെ ഉപദ്രവിക്കും, പക്ഷേ എനിക്ക് ചെയ്യാനുള്ളതൊന്നിനെ എൻ്റെ സന്തോഷം അവർക്ക് കൊടുക്കുന്നു. ഒരാൾക്ക് സന്തോഷം വന്നാലേ എന്നാ സംഭവിക്കും? നമുക്ക് ആർക്കെങ്കിലും ഒരു സന്തോഷം വന്നാൽ അവനെ ദൂരത്ത് കാണുമ്പോൾ വരുന്നത്, ഇതാ എളിച്ചോണ്ടേ വരുന്നത്, എന്നോ സംഭവിച്ചിട്ടുണ്ട്, എന്താടാ ഇത്രയും സന്തോഷം എന്ന് ചോദിക്കും. അവൻ പറയും, പ്രൊമോഷൻ കിട്ടി, ഇല്ലെങ്കിൽ ഒരു അത് കിട്ടി, ഇത് കിട്ടി, എന്തെങ്കിലും കിട്ടി. സന്തോഷം അവൻ്റെ മുഖത്തിലറിയാം. അവൻ ചിരിക്കുന്നു, നടക്കുന്നു. കണ്ടിട്ട് എന്നാ ഇത്രയും സന്തോഷം, നമ്മൾ 10 വർഷം കണ്ടിട്ട് ഒരാളെ കാണാൻ പോയി കെട്ടിപ്പിടിച്ച് സന്തോഷം. പക്ഷേ കർത്താവ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദുഃഖിച്ചെന്ന് എഴുതിയിട്ടുണ്ട്, വിശന്നെന്ന് എഴുതിയിട്ടുണ്ട്, ക്ഷീണിച്ചെന്ന് എഴുതിയിട്ടുണ്ട്, കോപപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും കരഞ്ഞെന്നും എഴുതിയിട്ടുണ്ട്, പക്ഷെ സന്തോഷിച്ചെന്ന് എഴുതിയിട്ടില്ല. എവിടെയും നമ്മൾ പറയുന്ന പോലെ ഒരു സന്തോഷം യേശു ഏതെങ്കിലും കണ്ടിട്ട് ഹാ ഹാ എത്ര വലിയ അത്ഭുതം, ലാസറ് പുറത്ത് വന്നിരിക്കുക, യേശു തുള്ളി ചാടി, അങ്ങനെ ഒന്നും എഴുതിയിട്ടേ ഇല്ല. അതുകൊണ്ട് യേശു സന്തോഷിച്ചില്ലെന്ന് പറഞ്ഞിട്ടില്ല, യേശു പല കാര്യം ചെയ്തതായിട്ട് എഴുതിയിട്ടില്ല, അതൊന്നും ചെയ്തില്ലെന്നല്ല ഞാൻ പറയാൻ വന്നത്. അതിനെ ഒന്ന് എംഫസൈസ് ചെയ്തിട്ടില്ല. ഈ ഉള്ളിൽ ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുന്ന ഒരു യേശുവായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിനെ കുറിച്ച് ഒരു വാർത്ത, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വാക്കിൽ, ദ ഹോൾ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ വൺ വേർഡ്, സഫറിങ്. കഷ്ടത. താൻ ലോകത്തിൽ വരുന്നതിന് മുമ്പേ മറിയയുടെ ഗർഭത്തിലായിരുന്ന സമയം തന്നെ ആദ്യം കേൾക്കുന്ന, ഇവനെ വേണ്ട, നോ പ്ലേസ് ഫോർ യു എന്ന് പുറത്ത് തള്ളുന്നതാണ് ആദ്യം കേൾക്കുന്നത്. അത് തൊട്ട് കാൽവരിയിൽ അവസാനത്തെ കരച്ചിൽ വരെ, ഹോൾ സ്പെക്ട്രം ഓഫ് ഹ്യൂമൻ സഫറിങ് ജീസസ്. ആ യേശുവാണ് പറയുന്നത്, എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് കൊടുക്കും. ഇത്രയും കഷ്ടതകളുടെ മധ്യയിൽ സ്വന്തം സഹോദരന്മാർ പോലും ഇവന് വല്ല നട്ട് ലൂസാണോ എന്ന് വിചാരിക്കുവാൻ തക്കവണ്ണം തന്നെ വെറുത്ത ആ സമൂഹത്തിൻ്റെ മധ്യയിൽ യേശുവിന് നിൽക്കാൻ പറ്റിയതിൻ്റെ ഒരു കാരണം, ഇത്രയും ദുഃഖത്തിൻ്റെ മധ്യയിൽ ഒരു ബഫറായിട്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അതിജീവിക്കുവാൻ സാധിച്ചത്. അപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവർക്ക് എന്നെല്ലാം കൊടുത്തിട്ട് പോയാലും മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ഒരു പവർ ഇവർക്ക് കൊടുത്തിട്ട് പോയാലും അതുകൊണ്ട് ഇവർക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. അതെല്ലാം താൽക്കാലികമായിട്ട്. മനുഷ്യന് വരുന്ന സന്തോഷമല്ല, താൽക്കാലികമായിട്ട്. ഇംഗ്ലീഷിൽ ജോയ്, ഹാപ്പിനെസ് എന്ന് 2 വാക്കുണ്ട്. പക്ഷേ മലയാളത്തിൽ എല്ലാത്തിനും സന്തോഷമാണ്. ജോയ്ക്കും സന്തോഷം, ഹാപ്പിനെസ്സിനും സന്തോഷം. പക്ഷേ യേശു ഒരിക്കലും ബൈ ഹാപ്പിനെസ് ഐ ഗീവ് എന്ന് പറയില്ല. ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാപ്പനിങ്സ്. എന്നാ നടക്കുന്നോ അതിനനുസരിച്ചുള്ള സന്തോഷം. നമുക്ക് എന്നാ നടക്കുന്നോ അതിനനുസരിച്ചുള്ള സന്തോഷം. അതെല്ലാം വരും പോവും. എന്നും സന്തോഷിച്ചിരിക്കുന്നവർ സ്റ്റേജിൽ ഒന്ന് ഭയങ്കരമായി പാട്ട് പാടി സന്തോഷിച്ചെല്ലാം പോകുന്നവർ കുറച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ പോയി പുറത്ത് പോയി നോക്കിയാൽ ഇഞ്ചി തിന്ന കുറങ്ങ് പോലെ ഇരിക്കും. ഇവിടെ സന്തോഷമില്ല, എവിടെ പോയി എന്നറിയത്തില്ല. ദിസ് ഈസ് നോട്ട് പെർമനൻറ്റ്. ചുമ്മാ ചാടി കാണിക്കുന്നത് അതുകൊണ്ട് ഒന്നും വരുന്ന സന്തോഷമല്ല, ലോകം കൊടുക്കുന്ന സന്തോഷമല്ല. അതുകൊണ്ടാണ് യേശു ക്ലിയർ ആയിട്ട് പറഞ്ഞത്, മൈ ജോയ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ജോയ്. അത് ഷൂ എന്ന് പറയുന്നതിനും ബാറ്റ ഷൂ എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്.
ഇത് ഷൂ എന്ന് പറഞ്ഞാൽ ബാട്ട ഷൂ എന്ന് പറഞ്ഞാൽ ഓ എന്ന് പറയും, ദ ബ്രാൻഡഡ്. യേശു പറഞ്ഞു ലോകം കൊടുക്കുന്ന സന്തോഷമല്ല എൻ്റെ സന്തോഷം. ആ സന്തോഷം എന്തെന്നറിയാമോ? ഇത്രയും ദുഃഖത്തെയും ബഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം ഉള്ളിലുണ്ട്. ഐ ആം ലിവിങ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദിസ്. നമുക്കൊരു ചൊറി വന്നു കഴിഞ്ഞാൽ സന്തോഷം പോയി. പക്ഷേ കല്ലെറിഞ്ഞപ്പോൾ പോലും, മുഖത്തിൽ തുപ്പിയപ്പോൾ പോലും തൻ്റെ ആ ടെമ്പർ നശിക്കാതെ ഇരുന്ന ഒരു ബഫറാണ് ആ സന്തോഷം. അത് യേശുവിൻ്റെ സന്തോഷം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് എന്ത് കൊടുത്തിട്ട് പോയാൽ ഇവർക്കിവിടെ ജീവിക്കുവാൻ സാധിക്കും, ഇത്രയും ഇവരെ വെറുക്കുന്ന ഈ ലോകത്തിന് മുമ്പ് ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഞാൻ പോയതിനു ശേഷം വലിയ പീഡനങ്ങൾ വരാൻ പോകുന്നു, എങ്ങനെ ഇവർ സഹിച്ചു നിൽക്കും? എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ സന്തോഷം. ഒന്ന് ഓർത്ത് നോക്ക്, ദുഃഖത്തിൻ്റെ ഈസ് എ മാൻ ഓഫ് സാറോസ് എന്നാണ് യെശയ്യാ പറയുന്നത് യേശുവിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ അത്രയും ദുഃഖത്തിൻ്റെ മധ്യയിൽ എല്ലാ സമയത്തും എതിർപ്പും പ്രയാസവാക്കുകളും കേട്ട് കൊല്ലണമെന്ന് പലരും തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. ശിഷ്യന്മാർക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊടുത്താൽ അവർക്ക് സന്തോഷമായിരിക്കും. ചില ശുശ്രൂഷന്മാർക്കെല്ലാം അങ്ങനെ തോന്നും, ദൈവം നമുക്ക് ചില വരങ്ങൾ കൊടുത്താൽ, നമ്മൾ കൈവച്ചാൽ ചിലർക്ക് രോഗം സൗഖ്യമാക്കിയാൽ എന്തോ ഒരു സന്തോഷം. യേശു ലാസറിനെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ എന്ത് സന്തോഷം ഉണ്ടെന്നറിയോ? അടുത്ത വാക്ക് ചെയ്തിരിക്കുന്ന അവനെ കൊല്ലാനായിട്ട് വക തേടി. അപ്പോൾ യേശു പറയാൻ പറ്റുമോ ഇവർക്ക് മരിച്ചവരെല്ലാം ഉയർപ്പിക്കുവാനുള്ള ഒരു വരം കൊടുത്തിട്ട് പോയാൽ ദേ ക്യാൻ ഓവർടേക്ക് എവറിത്തിങ്? നോ. യേശു പറഞ്ഞു ഇത്രയും കാര്യം എൻ്റെ ഉള്ളിലുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ എനിക്കൊരു സന്തോഷം ഉണ്ടായില്ല. അത് എൻ്റെ സന്തോഷം, അത് ഇവർക്ക് കൊടുക്കും. യേശുവിന് എങ്ങനെ ഈ സന്തോഷം വന്നെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ഇത് താൽക്കാലികമായിട്ട് വരുന്നല്ല. എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു അത് സാധിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായാൽ, ഞാൻ എപ്പോഴും എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്നെ ആഗ്രഹിക്കുന്നു അതിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലി ടു തിങ്സ്: ഒബേയിങ് ദ വിൽ ഓഫ് ഗാഡ്. ഏത് സമയത്തും ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള പൂർണ്ണ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ലോകമെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ആ സമാധാനത്തിൽ നമുക്ക് നഷ്ടം വരത്തില്ല. അവൻ പറഞ്ഞ എന്നാ, എൻ്റെ ദൈവം പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. രണ്ടാമത്തത്, ദൈവം അവനെ അയച്ചത് തൻ്റെ ഹിതപ്രകാരം നടക്കുവാൻ മാത്രമല്ല, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ. മത്തേയി 28:20 എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ലോകമൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാം. പക്ഷെ മത്തേയി 20:28 യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ലോകത്തിൽ വന്നതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, പാപികൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുവാൻ. നമ്പർ 2, ശുശ്രൂഷിക്കുവാൻ. ഇടവിടാതെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ഒന്നേ ഉള്ളൂ: ഒബീഡിയൻസ്, സബ്മിഷൻ ടു ഗാഡ്, ബി ഇൻ ഗാഡ്സ് വിൽ. എത്ര പ്രശ്നമുണ്ടെങ്കിലും ദൈവഹിതം എന്തോ അതിൽ നിൽക്കണം എന്നുള്ള ഒരു കാര്യം പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ലോകം കൊടുക്കുന്ന സന്തോഷമല്ല. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. രണ്ടാമത്തേത്, ജീവിതം വേസ്റ്റ് അല്ല. പൂർണ്ണമായിട്ടും യേശു വന്നത് ശുശ്രൂഷിച്ചു. യേശു കൂടുതൽ പ്രാർത്ഥിച്ചോ കൂടുതൽ ശുശ്രൂഷിച്ചോ എന്ന് എന്നോട് ചോദിച്ചാൽ കൂടുതൽ ശുശ്രൂഷിച്ചെന്നേ പറയത്തുള്ളൂ. കാരണം ഇടവിടാതെ താൻ കടന്നുപോയി. യേശുവിനെ കുറിച്ച് ഒരു വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 10:38 എഴുതിയിട്ടുണ്ട്. ലൂക്കോസ്, അവൻ ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലും ശക്തിയിലും നിറഞ്ഞവനായി നന്മ ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് പിശാചിൻ്റെ പിടിയിലായിരുന്നവരെ വിടുവിച്ചു. അപ്പോൾ നന്മ ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞു. യേശുവിന് രണ്ട് കാര്യമുണ്ട്: വെർട്ടിക്കൽ, എത്ര പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും എൻ്റെ ദൈവം പറഞ്ഞാൽ ഞാനത് ചെയ്യണം, എൻ്റെ ദൈവത്തെ മാത്രം അനുസരിക്കണം, മറ്റവരുടെ പ്രലോഭനങ്ങളല്ല, മറ്റവരെ കുറിച്ച് എന്നാ പറഞ്ഞാലും ശരി, മറ്റവർ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കാനല്ല, എൻ്റെ ദൈവഹിതം നിറവേറ്റുവാൻ. നമ്പർ 1. നമ്പർ 2, എനിക്കിരിക്കുന്ന സമയം മുഴുവനും മറ്റവർക്ക് സഹായിക്കുവാൻ. സബ്മിഷൻ ആൻഡ് സർവീസ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഉൾതൃപ്തി ഉണ്ടല്ലോ, അതുമാണ് യേശുവിൻ്റെ ബ്രാൻഡ് സന്തോഷം.
പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച കന്തമാലിലും ചില ചില വെറും എളിയ വിശ്വാസികൾ, 4-5 വർഷം മാത്രമേ ഉള്ളൂ വിശ്വാസികളായിട്ട്, ശരിക്കും ബൈബിൾ പോലും അറിയത്തില്ല. അവർക്ക് മഹാപീഡനകൾ വന്നപ്പോൾ അവർ പിടിച്ചു നിന്നു. സഭകളായി തലമുറകളായി സഭകളിൽ വരുന്നവർക്ക് പോലും ഒരു ചെറിയ കാരണം കാണിക്കുമ്പോൾ ഞാൻ യേശുവൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ക്രിസ്ത്യാനികളുടെ മധ്യയിൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, എങ്ങനെ അവരുടെ ഉള്ളിൽ അത് പറയുന്നത് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ, യേശുവിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ യേശുവിന് പ്രയാസമില്ലാത്തത് കൊണ്ടല്ല, യേശു ദുഃഖം അനുഭവിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ മധ്യയിൽ യേശു അവസാനം പോകുമ്പോൾ എൻ്റെ സന്തോഷം ഞാൻ എൻ്റെ ദാസന്മാർക്ക് കൊടുത്തിട്ട് പോകും. സഫറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ കാര്യം യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കും. അതിൻ്റെ ഫലം എന്നാ தெரியுമോ? ആ ഉള്ളിൽ വരുന്ന സന്തോഷമാണ്. യേശു മനസ്സിലായി. ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ആ 17-ാം അധ്യായത്തിൽ പിതാവോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാ? നീ എന്നോട് എന്നെ കൽപ്പിച്ചോ അതെല്ലാം ഞാൻ ചെയ്ത് തീർത്തിരിക്കുന്നു. രണ്ടാമത്തത്, ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇവരെ ഞാൻ കൈകൊണ്ട് താങ്ങി നടത്തി. അങ്ങനെ മനുഷ്യർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യേശു ചെയ്യും. എന്നാലും ഒരു ദിവസം താൻ ഗെത്സമനയിലായിരുന്നപ്പോൾ അവസാനം താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെല്ലാം തൻ്റെ മുമ്പിൽ അന്ന് രാത്രിയിൽ വരാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ജസ്റ്റ് പറഞ്ഞുപോയി, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണം. പക്ഷേ ഉടനെ തിരുത്തി, ഞാൻ മാറ്റിക്കൊടുത്താൽ പിന്നെ അത് തന്നെ ഞാൻ ദുഃഖിച്ചിരിക്കണം. മൈ മിഷൻ ഈസ് എ ഫെയിലിയർ. എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ ചെയ്തില്ലെന്ന് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. നോട്ട് മൈ വിൽ, യുവർ വിൽ ബി ഡൺ. അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു എഴുന്നേറ്റ് വന്ന് പത്രോസിനോട് പറഞ്ഞു, ഇനി ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. ഹി വാസ് കാം ആൻഡ് കമ്പോസ്ഡ്. അങ്ങനെ ദൈവമായിട്ട് ഒരു സമയമെങ്കിലും ഒരു സെക്കൻഡ് ഇങ്ങനെ പറഞ്ഞാലും ഉടനെ തിരുത്തി ഈ കറക്റ്റഡ് ഇസ് കണക്ഷൻ വിത്ത് ഗാഡ്. രണ്ടാമത് എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ വരുന്നു, തനിക്ക് മുമ്പിലിരിക്കുന്ന സന്തോഷ നിമിത്തം ക്രൂസിൻ്റെ അവമാനം, നിന്ദ അവൻ സഹിച്ചു. ക്രൂസിലേക്ക് പോകുമ്പോൾ യേശുവിന് ഒരു പ്രയാസമില്ല. കൂടെ ഇരുന്നവരോട് പറയുന്നത്, എന്നെ നോക്കി എന്തിനാ കരയുന്നത്? നിങ്ങളുടെ മക്കളെ നോക്കി കരയാം, ഡോണ്ട് ക്രൈ ഫോർ മീ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂസിലേക്ക് പോകുന്ന യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചു, എന്നായി സന്തോഷം? എന്താ ഈ പിടയ്ക്കാത്തത്? എന്താ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമോ എന്നുള്ള മാർഗം അന്വേഷിക്കാത്തത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു എന്നെ സന്തോഷം യേശു എന്ന് പറഞ്ഞാൽ യേശു എന്നെ ഉത്തരം പറയുന്നറിയാമോ? ഞാൻ 3 വർഷം പലസ്തീനയിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തു. ചിലരെ മരിച്ചവരിന്ന് ഉയർത്തി, ചിലർക്ക് കുഷ്ഠരോഗികളെ സൗഖ്യം കൊടുത്തു, ചില കുരുടന്മാർ കാഴ്ച കൊടുത്തു. പക്ഷെ കുറച്ച് പേർക്ക് മാത്രം ജനങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് എന്നെ എൻ്റെ പിതാവ് എന്നെ പറഞ്ഞയച്ചത് എന്തായിരുന്നോ? നിന്നെ വിശ്വസിക്കുന്നവൻ യവനോ അവൻ നശിച്ചു പോകാതിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഞാൻ എത്ര കാലം കറങ്ങി നടക്കാൻ പറ്റും? എത്ര പേർക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇപ്പോൾ ഞാൻ ക്രൂസിൽ പോകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. എൻ്റെ അവസാനത്തെ തുള്ളി രക്തം ഞാൻ ഒഴുക്കി കൊടുക്കുമ്പോൾ, ലോകത്തിൻ്റെ പാപം മുഴുവനും എൻ്റെ ശരീരത്തിൽ ഞാൻ ചുമക്കുമ്പോൾ, അതിൻ്റെ ശിക്ഷ ചുമക്കുമ്പോൾ, ഒരു കാര്യം, അതിൻ്റെ ശേഷം എന്നെ വിശ്വസിക്കുന്നവൻ യവനോ, ലോകത്തിലേവനോ, ഐ ഹാവ് ഡൺ ദ മാക്സിമം സർവീസ് ടു ഹ്യൂമൻ കൈൻഡ്. ലോകത്ത് അതാണ് എൻ്റെ സന്തോഷം. ദൈവത്തിന് പൂർണ്ണമായിട്ട് അനുസരിച്ചത്, ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. ദിസ് ഈസ് ജീസസ് ജോയ്. ഇതാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോകുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചു. എങ്ങനെ ജയിച്ചു? ഇത് ഉള്ളിലിരുന്ന ആ സന്തോഷം. എങ്ങനെ ആ സന്തോഷം?
രണ്ടേ കാര്യം, സബ്മിഷൻ ടു ഗാഡ്, സർവീസ് ടു പീപ്പിൾ ഹോൾ ഹാർട്ടഡ്ലി. ഇത് രണ്ടും നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ, യേശു കൊടുത്തു എന്ന് പറഞ്ഞു, എവിടെയെങ്കിലും എടുത്ത് നിന്നാ പിടിച്ചോ എന്ന് കൊടുത്തതായിട്ട് എഴുതിയിട്ടില്ല. ഒരു സ്ഥലത്ത് മാത്രം. താൻ പുനരുത്ഥാനം പ്രാപിച്ച് കടന്നു വന്നപ്പോൾ യേശു ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞ എന്നറിയാ, അവരുടെ മേൽ ഊതി, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഈ സന്തോഷം എനിക്ക് ഉള്ളിലുണ്ടായതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ, റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് സന്തോഷം ഊതിക്കൊടുത്തു. ഊതി എന്ന് പറയുമ്പോൾ എവിടെ? തൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്, തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. താൻ കൊടുക്കാമെന്ന് പറഞ്ഞതൊന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞു, when the Holy Spirit is in you, he will work, he will start working. നമുക്കെല്ലാം തോന്നിപ്പോവും, ഇതൊന്നും ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നത്, മനുഷ്യരെ പൂർണ്ണമായിട്ട് സേവിക്കുന്നത്, ഇതുകൊണ്ട് മനുഷ്യനെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അപ്പോൾ യേശുവിൻ്റെ സന്തോഷം നമുക്ക് കിട്ടത്തില്ലയോ? യേശു പറഞ്ഞു, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് പീസ്, ജോയ്. നിനക്ക് സന്തോഷം. അങ്ങനെ യേശു കൊടുക്കാമെന്ന് പറഞ്ഞത് മാത്രമല്ല, കൊടുത്തു. എങ്ങനെ കൊടുത്തു? തൻ്റെ ഉള്ളിൽ ഈ സന്തോഷം വരാനുള്ള കാരണം അനുസരണം ആൻഡ് സർവീസ്, ഇത് മൊത്തം ഉണ്ടാക്കി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവം ഈ യേശു ഈ സ്മരണ സഭയിലുള്ളവരെ കണ്ട്, നിൻ്റെ കഷ്ടത ഞാൻ അറിയുന്നു, ഇനിയും കഷ്ടം സഹിക്കേണ്ടി വരും, നീ ലോകത്തിലേക്ക് കഷ്ടം സഹിക്കേണ്ടി വരും, എന്നാലും ഭയപ്പെടരുത്, നിങ്ങളെ കൊല്ലും, നിങ്ങളെ ഇനിയും 10 ദിവസം കാരാഗ്രഹത്തിലിടും, ചിലരെ കൊല്ലും എന്നെല്ലാം പറഞ്ഞിട്ട് കഷ്ടപ്പെടരുത് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതുമാത്രം ലോകം കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം, ഇന്ന് വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ നമ്മുടെ രാജ്യത്തിൽ കാണുന്ന അനേക അന്ധകാര ശക്തികൾക്ക് നന്മ കൊടുക്കാൻ പറ്റും, നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും, നിനക്ക് വീട് കൊടുക്കാൻ പറ്റും, നിൻ്റെ ബിസിനസ്സെ വർദ്ധിപ്പിക്കാൻ പറ്റും, ഇതെല്ലാം കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പലരും ഇതാണോ ദൈവം, അതാണോ ദൈവം എന്നല്ല പറഞ്ഞത്. പക്ഷേ യേശു പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ജീവൻ കിട്ടും, നീ മരിച്ചാലും ജീവിക്കും, രണ്ടാം മരണം നിന്നെ തൊടത്തില്ല. അതവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെല്ലാം നന്നായിരിക്കുന്നുള്ളൂ, അവരെല്ലാം ഇത് ആരാധിച്ചിട്ട് നന്നായിട്ടിരിക്കുന്നുള്ളൂ, നന്നായി വളർന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ഡിസീവിങ് സ്പിരിറ്റ്. നിനക്ക് താൽക്കാലികമായി സന്തോഷം കൊടുക്കാനായിട്ട് പിശാചിനാലും കഴിയും. പക്ഷേ നിനക്ക് ആ നിത്യസന്തോഷം, ആത്മാവുണ്ടാക്കുന്ന സന്തോഷം, ആ നിത്യജീവൻ, അത് യേശുവിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. യേശു ആഗ്രഹിക്കുന്ന അതാണ്. സ്മരണ സഭയോട് യേശുവിന് ഇത്രമാത്രം ഒരു കരുണ തോന്നാൻ, അതിനെ വിമർശിക്കാൻ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് യഹൂദന്മാർ, അതെല്ലാം കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. നിൻ്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ നിൻ്റെ പണത്തിൻ്റെ കാര്യങ്ങൾ ലോകം എങ്ങനെ നോക്കുന്നു, ദൈവം എങ്ങനെ നോക്കുന്നു. നീ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നനാണോ? അതാണ് നിത്യതയ്ക്കുള്ള സമ്പന്ന. എത്ര വലിയ കോടീശ്വരന്മാർ എല്ലാத்தைയും വിട്ടേച്ചും പോയി. പക്ഷേ നീ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അവിടെ കോടീശ്വരനായിരിക്കാം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കഷ്ടത നമുക്കാണ് കൂടുതൽ. ആ കഷ്ടതയുടെ കൂമ്പാരത്തെക്കുറിച്ച് വിവരിച്ചാലും അതിന് ഒരേ ഒരു ആൻറ്റിഡോട്ടേ ഉള്ളൂ, യേശുവിൻ്റെ സന്തോഷം, ദ ജോയ് ഓഫ് ക്രൈസ്റ്റ്. അത് യേശുവിന് കിട്ടിയത് സമർപ്പണം. ദൈവം ഏത് പറഞ്ഞാലും, എനിക്ക് എന്ത് തോന്നിയാലും, അത് ചെയ്യാതെ മറ്റവർ പറയുന്നത് ചെയ്താൽ എനിക്ക് നന്മ ഉണ്ടാകുന്നതെന്ന് തോന്നിയാലും, എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞാലും, ദൈവം കൽപ്പിച്ചത് മാത്രം ചെയ്യുവാനുള്ള ആഗ്രഹത്തോടുകൂടെ അനുസരണത്തോടുകൂടെ ഇരിക്കുന്നതും, ദൈവം നമ്മളെ ശുശ്രൂഷകന്മാരായിട്ട് വെച്ചിരിക്കുമ്പോൾ ഒരു പ്രതിവിധിയും കൂടാതെ, ഒരു മുൻവിധിയും കൂടാതെ സകലർക്കും നന്മ ചെയ്യുന്നവരായി യേശുവിൻ്റെ ജീവിതത്തിൽ അവസാനം യേശുവിന് പറയാൻ പറ്റുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും വിത്തൗട്ട് എനി എക്സെപ്ഷൻ നന്മ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞ ഒരു കാര്യം, ക്രൂസിൽ എൻ്റെ രക്തം ചൊറിയുന്നത്. അതാണ് എനിക്ക് പൂർണ്ണസിദ്ധി. തൻ്റെ മുമ്പിലിരിക്കുന്ന സന്തോഷം കണ്ടിട്ട് ക്രൂസിൻ്റെ അവമാനം സഹിച്ചു.
അതുകൊണ്ട് ഈ സ്മരണ സഭയെ ഒന്നും കൂടെ വായിച്ചു നോക്കി വീട്ടിൽ പോയിട്ട് യേശു ആദരിക്കുന്ന ആ സഭയിൽ അതുപോലെയുള്ള വിശ്വാസികളാണോ നമ്മൾ എന്നുള്ളത് വായിച്ച് സമർപ്പണമുള്ളവരായി ശുശ്രൂഷിക്കുന്നവരായി മാത്രം ഇരുന്നാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിൽ കൂടെ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തിന്നുന്നതും കുടിക്കുന്നതും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ കൂടെ വരുന്ന സന്തോഷവും അത്രേ. അതാണ് റോമൻസ് 15:12. അതുകൊണ്ട് അതിൽ നമ്മൾ പിടിച്ചു നിൽക്കുവാൻ, ഈ വർഷം മുഴുവനും പിടിച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.